വേനലവധിയുടെ ആഘോഷാരവങ്ങൾ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വീണ്ടും സ്കൂളുകളിലേക്ക് എത്തി. അറിവും തിരിച്ചറിവും പഠിക്കാൻ ഒരു അധ്യയന വർഷത്തിന് കൂടി തുടക്കമായിരിക്കുന്നു. പുത്തനുടുപ്പിട്ട് വർണ്ണക്കുടകളുമായി ഓരോരുത്തരായി വന്നു തുടങ്ങി. സമ്മാനവും സ്നേഹവും പുഞ്ചിരിയുമായി അധ്യാപകർ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വീകരിച്ചു. ചിലർ ചിണുങ്ങിക്കയറി. ചിലർക്ക് പഴയ കൂട്ടുകാരെ കണ്ടതിന്റെ സന്തോഷം. അവധിക്കാലത്തെ എന്തെല്ലാം വിശേഷങ്ങളാണ് പറയാനുള്ളത്. മിഠായി വാങ്ങി വരാമെന്ന പതിവ് നുണ പറഞ്ഞ് കുട്ടികളെ അവരുടെ ലോകത്തിലാക്കി രക്ഷിതാക്കൾ മടങ്ങി. പുറത്തിറങ്ങിയ ചിലർ ഇടയ്ക്ക് ക്ലാസ്സിലേക്ക് ഒളിഞ്ഞു നോക്കി. പഴയ പോലല്ല, ഒന്നാം ക്ലാസ്സിലേക്ക് വന്നവരിൽ കണ്ണീർ പൊഴിച്ചവർ വിരളമായിരുന്നു. അതല്ലെങ്കിലും ആൽഫ കിഡ്സ് സൂപ്പർ കൂളല്ലേ. ഉരുൾപൊട്ടൽ ദുരന്തത്തെ തോൽപ്പിച്ച മനക്കരുത്തുമായാണ് വയനാട് വെള്ളാർമല സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയത്. തകർന്ന കെട്ടിടങ്ങൾക്കു പകരമായി നിർമ്മിച്ച ക്ലാസുകളുടെ ഉദ്ഘാടനവും ഇന്ന് നടന്നു. ഉണ്ണിമാഷിന്റെ നേതൃത്വത്തിലാണ് വെള്ളാർമല സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. എല്ലാം റെഡിയാണ്, എല്ലാ കാര്യങ്ങളും റെഡി. പാഠപുസ്തകങ്ങളാണെങ്കിലും അതെല്ലാം നേരത്തെ കിട്ടി. സ്കൂൾ ബാഗ്, പിന്നെ നോട്ട്ബുക്കുകൾ, കുട എല്ലാം അവരൊന്ന് കൈവീശി വന്നാൽ മതി. ബാക്കി എല്ലാം ഇവിടെ റെഡിയാണ്. ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കൈ LP സ്കൂൾ ഇപ്പോൾ മേപ്പാടിയിലാണ്. 16 കുട്ടികളാണ് ഇവിടേക്ക് പുതുതായി എത്തിയത്. ടി സിദ്ദിഖ് MLA മധുരം നൽകി കുട്ടികളെ സ്വീകരിച്ചു. സന്തോഷകരമായ അനുഭവമാണ്. ആ മക്കളുടെ കളിചിരി ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു ആഹ്ലാദത്തോടു കൂടി തിരിച്ചു വന്നു. സ്കൂൾ സമയത്തിലെ മാറ്റം ഉൾപ്പെടെ നിരവധി മാറ്റങ്ങളാണ് ഈ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.